രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ദീനിന് റോളില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ദീനിന് റോളില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ ദീൻ മതം എന്നൊക്കെ പറഞ്ഞാൽ ഈ നിസ്കാരം നോമ്പും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ മൂല്യങ്ങളുടെ സമാഹാരമാണ്. ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് അനുഷ്ഠാന കർമ്മങ്ങൾ. അതാണ് അനുഷ്ഠാന കർമ്മങ്ങൾ. ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ആ അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മെ പ്രാപ്തമാക്കണം. അപ്പോൾ രാഷ്ട്രീയത്തിൽ ദീനിന് റോളില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മൂല്യങ്ങൾക്ക് റോളില്ല എന്നാണ്. ഇത് ലോകത്ത് ആരെങ്കിലും അംഗീകരിക്കോ? ഏകദൈവ വിശ്വാസിയായ മുസ്ലിങ്ങൾ പോകട്ടെ, ഏതെങ്കിലും അർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മഹാനായ ഗാന്ധിജി ഇത് അംഗീകരിക്കാതെ പോയത്. അദ്ദേഹം പറഞ്ഞല്ലോ, മൂല്യങ്ങളിൽ നിന്ന് മുക്തമായ രാഷ്ട്രീയത്തിന് പ്രസക്തിയേ ഇല്ല എന്ന്. അതുകൊണ്ട് ദീനുമായി രാഷ്ട്രീയത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പിന്നെ മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ്. രാഷ്ട്രീയത്തിൽ പിന്നെ മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. അത് ആർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലും മൂല്യങ്ങൾ പാലിക്കണം. അതാണ് വിശ്വാസിയുടെ രാഷ്ട്രീയത്തിന്റെ ക്രെഡിബിലിറ്റി. അതാണ് വിശ്വാസിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, വ്യതിരക്തത.